ബ്രസീൽ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയിലുമധികം കണ്ണീർ കുടിച്ചു തീർത്ത കാലം അർജന്റീൻ ആരാധകർക്ക് ഉണ്ടായിരുന്നു. അസ്തമയത്തിന് ശേഷം ഒരു ഉദയമില്ലെങ്കിൽ അതൊരു സൂര്യനല്ലായിരിക്കണം എന്ന് തുടങ്ങുന്ന ഈ വരികൾ കടമെടുക്കുന്നു. അർജന്റീനിയൻ ആരാധകരുടെ സ്റ്റാറ്റസുകളിൽ നിറഞ്ഞിരുന്ന ആ കാലം. മാരിയോ ഗോഡ്സെയുടെ കാലിൽ നിന്നും ഉയർത്ത വെടിയുണ്ടയിൽ പൊലിഞ്ഞുപോയ 2014 ലോകകപ്പ് ഫൈനലും അതിൻ്റെ വേദന മാറും മുമ്പ് തന്നെ 2 കോപ്പ തോൽവികളും തുടർ പരാജയങ്ങളിൽ മനമടുത്ത് അർജന്റീനയുടെ കുപ്പായം ഊരുമെന്ന് മെസ്സി പോലും പ്രഖ്യാപിച്ച ആ ദിനങ്ങൾ. വൈകാതെ റഷ്യൻ ലോകകപ്പിലെ നാണംകെട്ട പുറത്താകലും. ലയണൽ മെസ്സി എന്ന മനുഷ്യൻ്റെ മുഖമൊന്ന് വാടിയാൽ അതിനൊത്ത് തളരുകയും മെസ്സിയുടെ കാലുകൾ ചലിച്ചാൽ മാത്രം നീങ്ങുകയും ചെയ്തിരുന്ന ഒരു ടീമും. എതിരാളികളോട് ജയിക്കാൻ കിരീടങ്ങൾ കണ്ട് കൂടെ കൂടിയവരല്ലെന്ന് പറയുന്ന ആരാധകരുടെ കാലത്താണ് ലയണൽ സ്കലോണിയെ കോച്ചായി നിയമിക്കുന്നതും. അയോഗ്യനെന്നും ട്രാഫിക് ബ്ലോക്ക് പോലും നിയന്ത്രിക്കാൻ പ്രാപ്തനെന്നും അർജന്റീനൻ ദൈവം സാക്ഷാൽ മറഡോണ തന്നെ വിളിച്ച സ്കലോണി ആൽബിസെലസ്റ്റകളുടെ കാൽപന്ത് ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുകയാണ് പിന്നീട് ലോകം കാണുന്നത്. 2019 കോപ്പയിൽ തോറ്റു തുടങ്ങിയ അവർ 2021 കോപ്പയിൽ ഉയർത്തെണീറ്റു. പിന്നീടങ്ങോട്ട് വിജയവഴിയിലെ ലോകകപ്പും വിജയപാത പിന്തുടരുകയുമാണിപ്പോൾ ചെയ്യുന്നത്. പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നേറുകയാണ് ലയണൽ സ്കലോണി എന്ന പരിശീലകനും. ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം. കാത്തിരിക്കാം. ടോക്ക് ബൈ ഹാരിസ്.